നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 സീസണിനായിട്ട് തങ്ങളുടെ ടീമിനെ ശക്തിപ്പെടുത്തുന്ന തിരക്കിലാണിപ്പോൾ ഇൻ്റർ മയാമി ഉള്ളത്. കിടിലൻ ഗോൾ കീപ്പർ അവരെത്തിച്ച വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതുപോലെയുള്ള നല്ല നല്ല സൈനിങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ വലിയ ഓളങ്ങൾ ഉണ്ടാക്കുന്ന സൈനിങ് അല്ല, മറിച്ച് ടീമിന് ഗുണകരമാകുന്ന തരത്തിലുള്ള സൈനിങ്ങുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴിതാ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ബ്രസീലിൽ നിന്നൊരു താരത്തെ അവർ കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ ചെയ്തിരുന്നു. അന്നതൊരു റൂമർ സ്റ്റേജിലായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് കോൺക്രീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിന് ഇടയിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. താരത്തെ കൊണ്ടുപോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതിൽ. ആ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു ഈ ഒരു ഡീൽ എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. മിക്കായേൽ, അതായത് പാൽമിറാസിൻ്റെ സെൻറ്റർ ബാക്ക് മിക്കായേൽ, അദ്ദേഹത്തെയാണ് 25കാരനായിട്ടുള്ള താരത്തെയാണ് ഇപ്പോൾ ഇൻ്റർ മയാമി സ്വന്തമാക്കാൻ പോകുന്നത്. എന്തായാലും മയാമിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വാർത്ത നമ്മൾ നോക്കാം. അതുപോലെ തന്നെ പാൽമിറാസിൻ്റെ വാർത്തകൾ നൽകുന്ന ലിയനാർഡോ ബാർബിയറിയും ഇക്കാര്യം ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് എല്ലാ കാര്യങ്ങളും സോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ബിറ്റ്വീൻ പാൽമിറാസ്, ഇൻ്റർ മയാമി ആൻഡ് മിക്കായേൽ. ഇനി ആ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തതോടുകൂടി ഡിഫൻഡർ അടുത്ത ആഴ്ചയോടുകൂടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെത്തും. നെക്സ്റ്റ് വീക്കിൽ താരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെത്തും. ലയണൽ മെസ്സിയുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് റിപ്പോർട്ട്. തീർച്ചയായിട്ടും ഇദ്ദേഹം നേരത്തെ MLS കളിച്ച് പരിചയമുള്ളയാളാണ്. ഹൂസ്റ്റൺ ഡൈനാമോസിന് വേണ്ടി 2022 മുതൽ 2024 വരെ അദ്ദേഹം അവിടെ കളിച്ചിട്ടുണ്ട്. 2025 മാത്രമാണ് പാൽമിറാസിലേക്ക് പോയത്. പാൽമിറാസിൽ പക്ഷേ പെക്കിംഗ് ഓർഡറിൽ അദ്ദേഹം താഴേക്ക് പോയി, അവസരങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് താരം എന്തായാലും ഇൻ്റർ മയാമിയിലേക്ക് എത്തുന്നത്. മയാമിയുടെ ഡിഫൻസിനെ ശക്തിപ്പെടുത്താൻ മിക്കായേലിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.